ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. പരീക്ഷ സമയമാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതിൻ്റെ കൂടെ വേനൽ ചൂടും കൂടിയിട്ടുണ്ട്, അപ്പോൾ ആ ടെൻഷനും ഉണ്ടാവും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബദാം മിൽക്കാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ? ബദാം മിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ബദാമാണ്. അതിന് വേണ്ടി 1 കപ്പ് സോക്ക് ചെയ്തെടുത്ത ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു 10-12 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് പൊടിയാക്കിയിട്ട് എടുത്ത് വെക്കണം. പിന്നെ വേണ്ടത് കുങ്കുമപ്പൂവാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബദാമിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷമാണ് നമുക്കിത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ടത്. അതേപോലെ ഏലക്ക കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ബദാം ഇപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അതേപോലെ ഏലക്കായ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബദാം പേസ്റ്റും ഏലക്കായും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പാലൊന്ന് കാച്ചെടുക്കാം. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ കാച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് നന്നായിരിക്കും, പാലൊന്നും കവിഞ്ഞ് പുറത്ത് പോകാതിരിക്കാൻ. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക, ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് ഈ ഫ്ലേവർ, ഏലക്കയുടെ ഫ്ലേവറും മധുരവും ഒക്കെ നന്നായിട്ട് പാലിലേക്കൊന്ന് മിക്സ് ആകുള്ളൂ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പാല് ചെറുതായിട്ടൊന്ന് തിക്കാകാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ബദാം പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ബദാം പേസ്റ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ബൗളിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ബാക്കിയുള്ള പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയമെങ്കിലും എടുക്കും ബദാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പാലിന് എത്ര കൺസിസ്റ്റൻസി വേണം, എത്ര തിക്നെസ് വേണം എന്നൊക്കെ നമ്മുടെ മേലെ ഡിപ്പെൻഡൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പം ഒരുപാട് തിക്നെസ്സും ആവാൻ പാടില്ല, പക്ഷേ പാലിനേക്കാളും കുറച്ചുകൂടി തിക്നെസ് ഉണ്ടാവണം. ആ രീതിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഈ പാല് ടോട്ടലി തിളപ്പിച്ചിട്ടുണ്ട്. ബദാം പേസ്റ്റ് ചേർക്കുന്നതിന് മുന്നേ 5 മിനിറ്റും അതിന് ശേഷം 5 മിനിറ്റും. അപ്പോൾ ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഞാൻ ഇത് ഓഫാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് സമയം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ചേർത്താൽ ഒന്നുകൂടെ നന്നായിട്ടിരിക്കും, ഇതിൻ്റെ ലുക്കൊക്കെ നന്നായിട്ടിരിക്കും ഒന്നുകൂടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ ചൂടിലിരിക്കുമ്പോൾ ഈ പാല് പാട കെട്ടിയിട്ട് അപ്പോൾ നമുക്ക് കുടിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും വായിൽ പാട വരുമ്പോൾ നമുക്ക് കഴിക്കാൻ ഈസിയല്ല. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം അടുപ്പത്തുനിന്ന് മാറ്റി താഴെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയത്തോളം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് ആറി കഴിയുമ്പോൾ നമുക്കിതൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് എത്ര ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ മേലെ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് ആവശ്യത്തിനുള്ള അളവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്, ഇത്ര ഈസിയാണ്. വെറും 10-15 മിനിറ്റ് മതി ബദാം മിൽക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കേണ്ടേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം
വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.